ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഏറ്റവും പുതിയ സിനിമയായ തണ്ടർബോൾട്സ് ആണ്. മറ്റു പല മാർവൽ സിനിമകളിലും സീരീസിലുമൊക്കെ വന്ന നെഗറ്റീവ് ഷെയ്ഡുള്ള ചില കഥാപാത്രങ്ങളെ ഒരുമിച്ച് ഒരു ടീമിൽ ഇവിടെ കൊണ്ടുവരികയാണ്. സ്പെസിഫിക് ആയിട്ട് ആരൊക്കെയാണ് ഇവരെന്ന് പറഞ്ഞാൽ, ആന്റിമാൻ ആൻഡ് വാസ്പിൽ വന്ന ഗോസ്റ്റ്, ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജർ സീരീസിൽ വന്ന US ഏജന്റ് എന്നറിയപ്പെടുന്ന ജോൺ വാക്കർ, ബ്ലാക്ക് വിഡോ സിനിമയിൽ വന്ന യെലന ബെലോവ, റെഡ് ഗാർഡിയൻ, ടാസ്ക് മാസ്റ്റർ എന്നിവർ, പിന്നീട് നമുക്കെല്ലാം അറിയാവുന്ന ബക്കി ബാൺസ് അല്ലെങ്കിൽ വിന്റർ സോൾജർ. ഇതുകൂടാതെ പുതിയൊരു ക്യാരക്ടറായ സെൻട്രീനെയും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവർ ഒന്നിക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സിനെ തടയാനാണ്. കാരണം അവഞ്ചേഴ്സ് ഇപ്പോൾ ഇല്ലല്ലോ. വളരെ മിസ്ഫിറ്റ്സ് ആയിട്ട് ഫീൽ ചെയ്യുന്ന, ഒന്നിച്ചു നിൽക്കാൻ താല്പര്യപ്പെടാത്ത ഇവർ ഈ ഒരു അപകടം തടയാൻ ഒരുമിച്ച് നിൽക്കുമോ, അവർക്കതിന് കഴിയുമോ എന്നൊക്കെയാണ് പിന്നീട് പറയുന്നത്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് അല്ലെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂർ ഭയങ്കര രസമാണ്. നെഗറ്റീവ് ഷെയ്ഡുള്ള മിസ്ഫിറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മീറ്റ് ചെയ്യുന്നതും എങ്ങനെ അവർ ഒരുമിച്ച് ആ ഒരു സിറ്റുവേഷനെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ വളരെ രസമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് ഈ ഫിലിം സൂയിസൈഡ് സ്ക്വാഡിൽ നിന്ന് വളരെ ഡിഫറൻറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും ആദ്യത്തെ 1 മണിക്കൂറാണ്. ഫ്ലോറൻസ് പ്യൂവിൻ്റെ യെലന ബെലോവയാണ് ഈ സിനിമയുടെ ഒരു പ്രൊട്ടാഗണിസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ക്യാരക്ടറിൻ്റെ ഫ്ലാഷ് ബാക്കും ആ ഒരു ട്രോമയൊക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അത് വളരെ നന്നായിട്ട് ഇവിടെ ഫ്ലോറൻസ് പ്യൂ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുപോലെ തന്നെ സെൻട്രി എന്ന ക്യാരക്ടറും സിനിമയുടെ പ്രൊമോഷനിൽ ഒരിടത്തും കാണിക്കാതിരുന്നൊരു ക്യാരക്ടറായിരുന്നു അത്. ആ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ബിൽഡപ്പ്, എത്രമാത്രം ആ ക്യാരക്ടർ പവർഫുൾ ആണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. ലൂയിസ് പുൾമാൻ വളരെ ലെയർഡ് ആയിട്ടുള്ള പെർഫോമൻസ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പെർഫോമൻസ് നല്ലതാണെങ്കിലും ഈ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്ത രീതിയിൽ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. അത് പിന്നീട് സ്പോയിലർ റിവ്യൂവിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. ഈ സിനിമയുടെ ഫൈറ്റ് കോറിയോഗ്രഫി എല്ലാം നല്ലതായിരുന്നു. ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും ട്രെയിൻഡ് അസാസിൻസ് ആയതുകൊണ്ട് തന്നെ ഫൈറ്റ് സീൻസ് എല്ലാം നല്ല രീതിയിൽ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല രീതിയിൽ ഇവിടെ ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. സിനിമയിലെ 2 പോസ്റ്റ് ക്രെഡിറ്റ് സീനുണ്ട്. അതിൽ രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുത്ത് വന്ന മാർവൽ സിനിമകളിലെ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ചിലപ്പോൾ ഇതാകും. പേഴ്സണലി എനിക്ക് പഴയ മാർവൽ സിനിമകളിലെ, അതായത് ഫേസ് 1 സിനിമകളിലെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പഞ്ച് ഉണ്ടല്ലോ, ആ ഒരു പഞ്ച് ഇവിടെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. മാർവൽ സിനിമകളിലെ തന്നെ ഏറ്റവും ലെങ്ത് ഉള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഇതായിരുന്നു. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ, ഫസ്റ്റ് ഹാഫിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒരല്പം ഡ്രാഗ് ചെയ്യുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ലാഗ് നമുക്ക് ഡയലോഗ്സിലൂടെയും പേസിങ്ങിലൂടെയും നന്നായിട്ട് ഫീൽ ചെയ്യാൻ കഴിയും. സിനിമ കുറച്ചുകൂടെ ഒരു ഇമോഷണൽ ആംഗിളിലേക്ക് കടക്കുന്നതും ഈ ഒരു പോയിന്റിലാണ്. മറ്റ് മാർവൽ സിനിമകളെ അപേക്ഷിച്ച് ഇവിടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമ എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് കാര്യമായിട്ട് തോന്നി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ആ സിനിമയുടെ പേസിങ്ങിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് ഒരു ശോകം ഫീലായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു വലിയ ക്രൈസിസ് മുമ്പിലുണ്ടെങ്കിലും അതിന് വലിയൊരു ഗംഭീര ക്ലൈമാക്സോ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് സീനോ ഒന്നുമല്ല ഇവിടെ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ സെക്കൻഡ് ഹാഫ് വളരെ അണ്ടർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുമുണ്ട്. ഈ തണ്ടർബോൾട്സ് ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും സെൻട്രിയെ ഒറ്റയ്ക്ക് നേരിടുന്ന ഒരു സീക്വൻസ് ഉണ്ട്. സിനിമയിലെ ഹൈലൈറ്റ് ആക്കേണ്ടിയിരുന്ന സീനും അതായിരുന്നു. പക്ഷേ അവിടെയും എന്തോ ഒരു ഫാക്ടർ നമുക്ക് മിസ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. മേ ബി VFX പലയിടത്തും എനിക്ക് മോശമായിട്ട് ഫീൽ ചെയ്തത് ഈ ഒരു സീക്വൻസിലായിരിക്കും. സെൻട്രിയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഓവറാൾ പറഞ്ഞാൽ ഒരു എബോവ് ആവറേജ് മാർവൽ സിനിമയാണ് തണ്ടർബോൾട്ട്. ഗംഭീര ക്രിട്ടിക്സ് റിവ്യൂ ഒക്കെ കിട്ടിയ ഒരു സിനിമയാണ്. പക്ഷേ അത്രയ്ക്കൊക്കെ ഉണ്ടോ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നി. കാരണം ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഫസ്റ്റ് ഹാഫ് ഉണ്ട്, പക്ഷേ സ്ലോ ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ഷൻലെസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് ഈ സിനിമയുടെ ഓവറാൾ ഇമ്പാക്റ്റ് കുറയ്ക്കുന്നുമുണ്ട്. അവസാനത്തെ ഒരു 5 മിനിറ്റ്സും പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഭയങ്കര എക്സൈറ്റിംഗ് ആക്കുന്നുണ്ടെങ്കിലും ഓവറാൾ എത്തു നോക്കിയാൽ ആവറേജ് ടു എബോവ് ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കൊള്ളാം, പക്ഷേ നോട്ട് ഗ്രേറ്റ് ഇനഫ് ബൈ മാർവൽ സ്റ്റാൻഡേർഡ്സ്. സോ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് തണ്ടർബോൾട്സ്. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.